2022 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം കാസിയോപ്പിയയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് സൂജിൻ എന്ന സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സൂജിൻ അറിയപ്പെടുന്ന ഒരു ലോയറാണ്. അന്നൊരു ഫോൺ ചെയ്തുകൊണ്ടായിരുന്നു സൂജിൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. സമയം രാത്രി അല്പം വൈകിയിരുന്നു. വീട്ടിലെത്തിയതും വീട് മുഴുവൻ ഇരുട്ടിലാണ്ട് കിടക്കുന്നു. വീടിനകത്താണെങ്കിൽ മോളെയും കാണുന്നില്ല. സൂജിൻ അല്പം പരിഭ്രാന്തിയിലായി. ജീന, മോളെ ജീന എന്ന് വിളിച്ച് സൂജിൻ വീട് മുഴുവൻ തിരയാനും തുടങ്ങി. മോളെ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോ സൂജിൻ അത് കണ്ടു. തന്റെ അമ്മയെ പ്രാങ്ക് ചെയ്യുവാൻ സൂജിൻ വീടിനകത്തുള്ള ടെന്റിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. സൂജിനും മോളോടൊപ്പം കിടന്നു. മോളോട് സംസാരിച്ചു. മോൾ അമ്മയെ കളിപ്പിക്കാൻ വേണ്ടി ഇതിനുള്ളിൽ ഒളിച്ചിരിക്കായിരുന്നല്ലേ? മോളെ കുറച്ചു കഴിഞ്ഞ് അച്ഛനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുമല്ലേ? അവിടെ ഇങ്ങനൊന്നും ചെയ്യരുതട്ടോ. നല്ല സ്മാർട്ട് മോളായിട്ടിരിക്കണം. സൂജിൻ നേരത്തെ വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ വിവാഹ ജീവിതം അത്ര നന്നായില്ല. പ്രശ്നങ്ങൾ കാരണം ഡിവോഴ്സിന്റെ വക്കീലുമെത്തി. അവർ പിരിഞ്ഞായിരുന്നു താമസിച്ചിരുന്നത്. മകൾ രണ്ടുപേരുടെയും അടുത്ത് മാറി മാറി നിൽക്കും. സൂജിൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. ആവശ്യമുള്ള വീട്ടുജോലികളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ജീനയെ എഴുന്നേറ്റ് തയ്യാറാക്കി സ്കൂളിലേക്ക് അയക്കും. ശേഷം തന്റെ ജോലിക്കായി പോവുകയും ചെയ്യും. മകൾ ജീനയെ കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ ആ ജോലിയായിരുന്നു. തന്റെ ജോലിയിൽ അവൾക്ക് മികച്ച കഴിവാണുള്ളത്. കൃത്യം തെളിവുകൾ സമർപ്പിച്ച് തന്റെ കക്ഷിക്ക് വേണ്ടതൊക്കെ ചെയ്യുവാൻ അവൾക്ക് എപ്പോഴും സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവൾക്ക് ജോലിഭാരവും അധികമായിരുന്നു. മിക്കപ്പോഴും അവൾ ലേറ്റാകുന്ന ദിവസങ്ങളിൽ അവൾ അച്ഛന് ഫോൺ ചെയ്യും. ജീനയെ തനിച്ച് വീട്ടിൽ വിടാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. തന്റെ അച്ഛനെ വിളിച്ച് ജീനയെ സപ്പോർട്ട് ചെയ്ത് ജീനയുടെ കൂടെ വീട്ടിൽ നിൽക്കാൻ അവൾ ആവശ്യപ്പെടും. ജീനയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനും ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു. അതിനു മുമ്പ് ജീനയെ നോക്കുവാൻ വീട്ടിലൊരു ബേബി സിറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം സൂജിൻ തന്നെ അവരെ ഒഴിവാക്കിയതായിരുന്നു. അന്ന് സൂജിൻ സ്കൂളിൽ കുട്ടികൾ ഒന്നിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോഴായിരുന്നു അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവളുടെ മുത്തശ്ശൻ എത്തുന്നത്. ഇൻവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇൻവു വന്ന് തന്റെ പേരക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇൻവു തന്റെ പേരക്കുട്ടിക്കായി ന്യൂഡിൽസും അവൾക്കിഷ്ടമുള്ള വിഭവങ്ങളും തയ്യാറാക്കി കൊടുത്തു. ശേഷം രണ്ടുപേരും ഒന്നിച്ച് സംസാരിച്ചിരിക്കാനും തുടങ്ങി. അവരങ്ങനെ സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കെ പെട്ടെന്ന് ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ടതും ജീന ബുക്കെടുത്ത് പഠിക്കുന്ന പോലാക്കി മുത്തശ്ശനുണ്ടാക്കിയ ഭക്ഷണം വിദഗ്ധമായി അടുക്കളയിലേക്ക് മാറ്റുകയും ചെയ്തു. സൂജിൻ വന്നതും ഇൻവു മോളോട് ചോദിച്ചു, എന്താ മോളെ ഇന്ന് നേരത്തെ വന്നല്ലോ? ജോലി അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ജോലിയൊക്കെ ഉണ്ടച്ച, ഞാൻ പക്ഷെ കുറച്ച് നേരത്തെ പോന്നതാ. അന്ന് കുറച്ചു കഴിഞ്ഞ് സൂജിൻ ഇൻവുവിനോട് മറ്റൊന്നുകൂടി പറഞ്ഞു, അച്ഛ, ഈ ഒരാഴ്ച എനിക്ക് ഒരുപാട് ജോലി തിരക്ക. ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛൻ ഒരാഴ്ച ഇവിടെ തങ്ങി ജീനയെ നോക്കാമോ? എനിക്ക് കുറച്ചത് ആശ്വാസമായിരിക്കും. മോളുടെ അവസ്ഥ ഇൻവുവിനും മനസ്സിലാകുമായിരുന്നു. ഇൻവുവും അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം ഹോളിഡേ ആയിരുന്നു. ജീനയ്ക്ക് ഹോളിഡേസിൽ പുറത്തുപോയി കളിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷേ സൂജിൻ ഇപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. അവളുടെ അച്ഛൻ അമേരിക്കയിലാണല്ലോ ഉള്ളത്. അമേരിക്കയിൽ പോകുമ്പോൾ അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കണം. അതുകൊണ്ട് വെക്കേഷൻ ഡേയ്സിൽ അവൾക്ക് ഇംഗ്ലീഷ് കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ജീനയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ കളിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അന്നും അവളോട് കോച്ചിങ് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞ് സൂജിൻ ജോലിക്കായി പോയി. ജീന ദുഃഖിതയായത് കണ്ട് മുത്തച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. മോളെ, നിന്റെ അമ്മ നിനക്ക് വേണ്ടി ചെയ്യുന്നത് എന്തെങ്കിലും മുന്നേ കണ്ടുകൊണ്ടായിരിക്കും. മോള് കോച്ചിങ് ക്ലാസ്സിൽ പോ. കൂട്ടുകാരുടെയൊക്കെ ഒപ്പം വേറൊരു ദിവസം കളിക്കാലോ. എന്റെ മുത്തച്ഛൻ കൂടി ഇങ്ങനെ പറയല്ലേ. ഒരു ദിവസം കൂട്ടുകാരുടെ ഒപ്പം കളിച്ചെന്ന് വെച്ച് ഇപ്പൊ എന്തു വരാനാ? എനിക്ക് എന്തോരം ഫ്രണ്ട്സ് ഉണ്ടെന്നറിയോ? അവരെ കണ്ട് അവരോടൊപ്പം കളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഇപ്പൊ ഒരുപാട് നാളായി. അതൊക്കെ പോട്ടെ, മുത്തച്ഛൻ ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എനിക്കും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ ഞാൻ കണ്ടിട്ടിപ്പോ 5 കൊല്ലത്തോളമായി. എന്താ 5 കൊല്ലോ? അതെന്താ? അതൊക്കെ മോള് വലിയ കൊച്ചാവുമ്പോ മോൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോ പറഞ്ഞ ഒന്നും തിരിയില്ല. ഇപ്പൊ ക്ലാസ്സിൽ പോകാം എന്ന് പറഞ്ഞ് ജീനയെയും കൂട്ടി മുത്തച്ഛൻ സ്കൂളിലേക്ക് പോയി. ശേഷം പോകുന്ന വഴിയിൽ മുത്തച്ഛനും സൂജിനും മുത്തച്ഛന്റെ വീട്ടിലും കയറി. അടുത്ത ഒരാഴ്ച മുത്തച്ഛൻ പേരക്കുട്ടിക്കും മകൾക്കുമൊപ്പമാണല്ലോ ഉണ്ടാവുക. വേണ്ട സാധനങ്ങൾ എടുക്കാനായിരുന്നു അവർ അവിടെ എത്തിയത്. അവിടെ എത്തി ഓരോന്നെടുക്കുമ്പോൾ കൂട്ടത്തിൽ സൂജിന്റെ കയ്യിൽ ഒരു ഡയറി ലഭിച്ചു. സൂജിന്റെ അമ്മ എഴുതി വെച്ച പോയിന്റ് ആയിട്ടുള്ള സംഗതികൾ അതിലുണ്ടായിരുന്നു. അമ്മയുടെ ആഗ്രഹങ്ങളും മറ്റുമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഭർത്താവിനൊപ്പം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. പക്ഷേ എല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുന്നതിന് മുമ്പേ അവളുടെ അമ്മ ഈ ലോകം വിട്ടു പോയിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഇൻവു കടന്നു വന്നു. ഇൻവു തന്റെ മോളോട് പറഞ്ഞു, നിന്റെ അമ്മയുടെ ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ. അതുപോലൊന്ന അവൾ മരിക്കുന്നതിന് മുമ്പ് നിനക്കായി തയ്ച്ചത് ആ വസ്ത്രം അവൾ സ്വന്തം കൈകൊണ്ട് നെയ്തെടുത്തതാ. അത് നീ ധരിക്കണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആ വസ്ത്രം നോക്കി സൂജിൻ പറഞ്ഞു, ആരെ ഇപ്പൊ ഇതുപോലത്തെ വസ്ത്രമൊക്കെ ധരിക്കുന്നേ? എനിക്കതൊന്നും ആവശ്യമില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഒരു പരുക്കൻ മട്ടിലുള്ള ക്യാരക്ടറായി
മുഖമായിരുന്നു സൂജിന്റേത്. പെട്ടെന്ന് മൂഡ് മാറും. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ചിരിക്കൽ പൊതുവെ കുറവാണ്. താനാണ് വലിയ ആൾ, താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നൊരു ഭാവവും അവൾക്കുണ്ടായിരുന്നു. മോളോടും അവൾ അതുപോലെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ ലോകത്തിൽ മോളെ കഴിഞ്ഞ് അവൾക്ക് എന്തും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ജീനയെ അവൾക്ക് ജീവനായിരുന്നു. അടുത്ത ദിവസം ജീനയെ കൂട്ടിക്കൊണ്ട് മുത്തച്ഛനും സൂചനും പാർക്കിൽ പോയി. കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന ജീന കുറച്ചു കഴിഞ്ഞ് അമ്മക്കരികിലേക്ക് ഓടി വന്ന് പറഞ്ഞു, അമ്മ, ഈ പാർക്കിന്റെ ഒരു വശത്ത് ഞാൻ അമ്മയ്ക്കായി ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങാനും ഞാൻ അമ്മയെ വിട്ട് ദൂരത്ത് കാണാതെ പോയ അതമ്മയ്ക്ക് വഴി കാണിച്ചു തരും. ഞാൻ കൃത്യമായി അതിലൊക്കെയും മാർക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. എന്റെ മോൾ എന്നെ വിട്ട് എവിടെ പോവാനാ? അങ്ങനെ പോയാലും മോളെ ഈ അമ്മ തേടി കണ്ടുപിടിക്കില്ലേ എന്ന് ചിരിയോടെ അവൾ പറഞ്ഞു. അന്നവിടെ സമയമൊക്കെ ചിലവഴിച്ച ശേഷം അവർ വീടിന്റെ പുറകിൽ ഒരു പിക്നിക് ക്യാമ്പ് സെറ്റ് ചെയ്തു. അന്ന് രാത്രി സന്തോഷത്തോടെ സംസാരിച്ചും കളിച്ചും അവർ അവിടെ സമയം ചിലവഴിച്ചു. അടുത്ത ദിവസം ജീന അച്ഛന്റെ അടുത്ത് യുഎസിലേക്ക് പോകുമായിരുന്നു. മോള് പോകുന്നതിനു മുമ്പ് അവളോടൊത്ത് സന്തോഷത്തോടെ സമയം ചെലവിടാനായിരുന്നു അന്ന് സൂചൻ എല്ലാം മാറ്റിവെച്ച് മോൾക്കൊപ്പം തന്നെ സമയം ചെലവഴിച്ചത്. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ ജീനയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുവാൻ മുത്തച്ഛനും സൂചനും പോവാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയം സൂചന് സീനിയറുടെ അടുത്ത് നിന്ന് ഒരു കോൾ വന്നു. സൂചൻ, നിന്റെ അടുത്തല്ലേ ആ മിറാക്കിൾ കേസിന്റെ ഫയൽ ഉള്ളത്? ഉടൻ തന്നെ അതെനിക്കൊന്ന് മെയിൽ ചെയ്യണം. സീനിയർ പറഞ്ഞു, ഇപ്പോ തന്നെ അയക്കണോ? ഞാൻ എന്റെ മോളെ യുഎസിലേക്ക് അയക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോവാൻ നിൽക്കുക. അതെനിക്ക് അറിയാമല്ലോ, ഇത് അത്ര അർജന്റ് ആയതുകൊണ്ടാ. അതൊന്ന് മെയിൽ അയക്ക് എന്ന് പറഞ്ഞ് സീനിയർ കോൾ കട്ട് ചെയ്തു. സൂചിന് വലിയ ദേഷ്യം വന്നിരുന്നു. എന്നിരുന്നാലും അത് കൺട്രോൾ ചെയ്ത് ഞാൻ ഇപ്പൊ വരാ അച്ഛ എന്ന് പറഞ്ഞ് അവൾ തിരികെ പോയി. അത് മെയിൽ ചെയ്ത ശേഷം തിരികെ വന്നു. സൂചിൻ പാർക്കിങ്ങിൽ തിരികെ വന്ന് നോക്കുമ്പോൾ അവിടെ കാറുണ്ടായിരുന്നില്ല. സൂചിന് വീണ്ടും ദേഷ്യം വന്നു. അപ്പോഴായിരുന്നു ജൂനിയറുടെ കോൾ വരുന്നത്. മേഡം എപ്പോഴോ ഓഫീസിലേക്ക് എത്തുന്നത്? സീനിയർ ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു ജൂനിയറുടെ കോൾ. ഞാൻ കുറച്ചു കഴിയുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞതാണല്ലോ, എന്തിനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. അത് സീനിയർ മേഡത്തിനായി വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടല്ലേ, ലീവ് ആവശ്യപ്പെട്ടിട്ടല്ലേ വന്നത്? എന്റെ മോളെ എയർപോർട്ടിലാക്കാൻ പോകുവാണെന്ന്. പിന്നെ ഇങ്ങനെ തുടരെ വിളിക്കുന്നത് എന്തിനാ? സീനിയറുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറ. ഇത്രയും നേരം വെയിറ്റ് ചെയ്തെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ. എനിക്ക് എന്റെ കാര്യങ്ങളില്ലേ? അവൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. തന്നെ കൂട്ടാതെ മോളും അച്ഛനും എയർപോർട്ടിലേക്ക് പോയി എന്ന് കരുതി അവൾ കൂടുതൽ ദേഷ്യത്തിലായിരുന്നു. അവൾ അച്ഛനെ ഫോൺ ചെയ്തു. അച്ഛനെന്ത് പണിയാ കാണിച്ചേ? ഞാൻ അച്ഛനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ മെയിൽ അയക്കാൻ പോയത്? അപ്പോഴേക്കും മോളെ കൂട്ടിക്കൊണ്ടുപോയി എയർപോർട്ടിൽ വിടാൻ എന്താ ധൃതി ഉണ്ടായിരുന്നേ എന്ന് ചോദിച്ച് അവൾ അച്ഛനടുക്കൽ ദേഷ്യപ്പെട്ടു. അവളുടെ അച്ഛനാകട്ടെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അച്ഛൻ അവളോട് പറഞ്ഞു. അച്ഛൻ വെറുതെ കളിക്കല്ലേ, ജീനയെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയെ? ഫോൺ സ്പീക്കറിലിട്ട് അവൾ കാർ എടുക്കാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, ഞാൻ മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എന്താ അച്ഛൻ ഈ പറയുന്നേ? ജീനയെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അച്ഛനെന്താ മാർക്കറ്റിൽ പോയി വരുവാണെന്നോ? അച്ഛനെന്താ കളിക്കുവാണോ? അച്ഛൻ വീട്ടിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നേ? ദാ ഞാൻ ഇപ്പോ അങ്ങോട്ട് വരാം. ഇൻവോവിനൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. വേഗത്തിൽ കാർ ഓടിച്ചിറങ്ങിയ സൂചിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. സൂചിന്റെ അലർച്ച ശബ്ദം ഇൻവോവിന്റെ ചെവിയിൽ ഫോണിലൂടെ മുഴങ്ങിയിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽ. മകൾക്കെന്താ പറ്റിയതെന്ന് അറിയാൻ ഇൻവോ ആശങ്കയോടെ കാത്തിരുന്നു. സൂചിന് സാരമായ പരിക്കൊന്നും പറ്റിയിരുന്നില്ല. എങ്കിലും ഡോക്ടർ വിശദമായ പരിശോധന നടത്തി. ഒടുവിൽ അച്ഛനടുക്കൽ സംസാരിക്കാനും ആരംഭിച്ചു. പ്രശ്നമൊന്നുമില്ല, മോൾ അബദ്ധത്തിൽ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടിപ്പോയി. അങ്ങനെ അപകടമുണ്ടായേ. മോളുടെ റെഗുലർ ചെക്കപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാറില്ലേ? ഉണ്ടല്ലോ ഡോക്ടർ, സൂചിന്റെ അച്ഛൻ പറഞ്ഞു. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. മോളുടെ ടെസ്റ്റ് ഒക്കെ എടുത്തതിൽ മോൾ അൾഷൈമേഴ്സ് ബാധിച്ച പോലെ കാണുന്നുണ്ട്. ഡോക്ടർ, എനിക്കാകെ 30 വയസ്സാവുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അൾഷൈമേഴ്സോ? ഡോക്ടർ എന്താ തമാശ പറയുവാണോ? സൂചിൻ ഡോക്ടറോട് ചോദിച്ചു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾക്ക് അൾഷൈമേഴ്സ് ബാധിച്ചിട്ടുണ്ട്. ഇനി മുതൽ കറക്റ്റായി ട്രീറ്റ്മെന്റ് എടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ പിടിച്ചു നിർത്താൻ സാധിക്കൂ. കാര്യങ്ങൾ അപ്പോൾ ഒന്നുകൂടെ വ്യക്തമാവുകയായിരുന്നു. ജീനയെ സൂചിനും അച്ഛനും കൂടി കുറെ നാളുകൾക്ക് മുമ്പേ തന്നെ എയർപോർട്ടിൽ അയച്ച് അച്ഛന്റെ അടുത്തേക്ക് വിട്ടുകഴിഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം സൂചിൻ അക്കാര്യമേ ഇപ്പോൾ മറന്നുപോയിരുന്നു. അതുകൊണ്ടായിരുന്നു ഒരു സാധാരണ ഓഫീസ് ദിവസം അവൾ ആ ഓർമ്മയിൽ നിന്നത്. രോഗവിവരം സൂചിനെ അല്പം തളർത്തിയിരുന്നു. മോളെ എയർപോർട്ടിൽ ഒന്നിച്ചു കൊണ്ടുപോയി വിട്ട കാര്യവും മറ്റും ഇൻവോ തന്റെ മകളോട് വിശദീകരിച്ചു. സൂചിൻ അച്ഛനോട് ചോദിച്ചു. പോവാൻ നേരം ജീന മോള് കരഞ്ഞിരുന്നു? ഇല്ല, അവൾ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാനോ? മോള് പിരിയുന്നതോർത്ത് ഞാൻ കരഞ്ഞിരുന്നു അച്ഛ. ഇല്ല മോളെ, നീയും കരഞ്ഞൊന്നുമില്ല.
അതല്ല, മോള് കൂടെയുള്ളപ്പോ എനിക്ക് ജോലിയൊന്നും മര്യാദക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാ അവളെ അമേരിക്കയിലേക്ക് വിടാൻ ഞാൻ തീരുമാനിച്ച്. ദൈവം അതിന് തന്ന ശിക്ഷയായിരിക്കുമല്ലേ ഇത്. സൂജിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. വൈകാതെ സൂജിന്റെ ചികിത്സകൾ ആരംഭിച്ചു. ആദ്യം എത്രമാത്രം ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഡോക്ടർ അതിനായി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. സൂജിൻ സമർത്ഥമായി അതിന് ഉത്തരം എഴുതി. കൊള്ളാലോ, ഉഷാറാണല്ലോ. ഡോക്ടർ അവളെ മോട്ടിവേറ്റ് ചെയ്തു. അടുത്തത് ഞാനൊരു ലൈൻ പറയാം, അത് ഓർത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയണം. ഡോക്ടർ ലൈൻ പറഞ്ഞു. സൂജിനും അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ 2-3 വട്ടം കഴിഞ്ഞതും അവൾ അത് മറന്നുപോയി. ഏത് ലൈൻ? അങ്ങനെ ഒരു ലൈൻ ഉണ്ടോ? അങ്ങനെ പറഞ്ഞിരുന്നോ എന്നൊക്കെ അവൾ തിരികെ ചോദിച്ചു. നോക്ക് സൂജിൻ വറീഡാവൊന്നും വേണ്ട. ഇത് അക്സെപ്റ്റ് ചെയ്യുകയാ വേണ്ടത്. ഇതിപ്പോ രോഗത്തിന്റെ ആദ്യ ഘട്ടമാണ്. ഇനി അങ്ങോട്ട് ഓരോന്നോരോന്നായി ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ വരെ മറന്നു തുടങ്ങും. ഇത് സുഖപ്പെടുത്താൻ അത്രമേൽ സാധ്യമൊന്നുമല്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. രോഗം പടരാതിരിക്കാൻ, ഒരുപാട് മറവി ബാധിക്കാതിരിക്കാൻ ശ്രമിച്ചു നോക്കാം. നിങ്ങൾ പാനിക് ആവാതെ സമാധാനത്തോടെ ഇതിനെ നോക്കിക്കാണണം. ഡെയിലി ഇതുപോലെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ മറവി ഒരുപാട് ബാധിക്കാതെ ഇതിങ്ങനെ മുമ്പോട്ട് പോവാൻ സാധിക്കൂ. അന്ന് വീട്ടിലെത്തിയ സൂജിൻ അച്ഛനൊപ്പം ജീനയെ വീഡിയോ കോൾ ചെയ്തു. തന്റെ രോഗത്തെപ്പറ്റിയോ താൻ കടന്നുപോകുന്ന അവസ്ഥയെ പറ്റിയോ ഒന്നും അവൾ മകളെ അറിയിച്ചില്ല. സന്തോഷത്തോടെ എന്നത്തെയും പോലെ മകളോട് സംസാരിച്ചു. വീട്ടിലിരുന്നാൽ ഒരുപക്ഷെ തന്റെ രോഗം മൂർച്ഛിച്ചാലോ എന്ന് ചിന്തിച്ച് അവൾ അടുത്ത ദിവസം മുതൽ ഓഫീസിലും പോയി തുടങ്ങി. അന്ന് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസിലുള്ള എല്ലാവരും അവളെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. പിന്നീട് നോക്കിയപ്പോഴാണ് കാണുന്നത് ഫോർമൽ വസ്ത്രം ധരിച്ചപ്പോൾ അവൾ സ്കേർട്ട് ധരിച്ചിരുന്നില്ല. അവൾ തന്റെ കോട്ടൂരി നാണം മറച്ചു. മകളുടെ അവസ്ഥയോർത്ത് ഇൻവോവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തെരുവിലൂടെ നടന്നു പോകുന്ന അദ്ദേഹം വീൽചെയറിൽ പ്രായമേറിയ ഒരു സ്ത്രീയെ കുറച്ചുപേർ കൊണ്ടുപോകുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീക്ക് അൾഷൈമേഴ്സ് ആണ് എന്ന് അദ്ദേഹം അറിഞ്ഞു. അവർ വോളണ്ടിയേഴ്സ് ആയിരുന്നു. അൾഷൈമേഴ്സ് രോഗമുള്ളവർക്കായി ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട് എന്ന തരത്തിൽ അവർ അദ്ദേഹത്തോട് സംസാരിച്ചു. ഇവിടെ വെച്ച് അത് നടക്കുന്നത് എന്നൊക്കെ ഇൻവു അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു വാങ്ങി. സൂജനിന്റെ അവസ്ഥ നാൾക്ക് നാൾ മോശമായിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ മോളെ മറന്നുപോയി. പെട്ടെന്ന് മോളെവിടെ എന്ന് വീട് മുഴുവൻ അന്വേഷിക്കും. ഡോർ ലോക്കിന്റെ പാസ്വേഡ് മറന്നുപോകും. അങ്ങനെ സൂജിന്റെ അച്ഛൻ തന്നെ വന്ന് പാസ്വേഡ് ലോക്ക് മാറ്റി ഫിംഗർ പ്രിന്റ് ലോക്ക് വെച്ചു. ഓഫീസിലും പ്രശ്നങ്ങൾ കനക്കുകയായിരുന്നു. അവൾ ഒരു വലിയ കേസ് അറ്റൻഡ് ചെയ്തിരുന്നു. മികച്ച രീതിയിൽ അവസാന ഘട്ടം വരെ അത് മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ആ കേസിനെ പറ്റി സീനിയറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. പക്ഷേ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ സൂചനന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ അവൾ മറന്നുപോയിരുന്നു. താൻ മറന്നുപോയെന്ന് അവൾ മറുപടി പറഞ്ഞതും സീനിയർ ദേഷ്യപ്പെട്ടു. എത്ര വലിയ കേസായത്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ അങ്ങ് മറന്നെന്ന് പറയുന്നു. കുറച്ചായി എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ സംസാരവും ബിഹേവിയറും പ്രവൃത്തിയും ഒക്കെയും വല്ലാതെ മാറിയിരിക്കുന്നു. സൂചൻ മിണ്ടാതിരിക്കുകയായിരുന്നു. സീനിയർ പറഞ്ഞു, ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കാതെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് കേട്ടതും അവൾ പെട്ടെന്ന് എനിക്ക് അൾഷൈമേഴ്സ് ആണ് എന്ന് പറഞ്ഞു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഏവരും തന്നെ ഞെട്ടിയിരുന്നു. മറുവശത്ത് സൂജിന്റെ അച്ഛൻ അൾഷൈമേഴ്സ് പേഷ്യൻസിന്റെ അവരുടെ ബന്ധുക്കളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ചെന്ന് പങ്കെടുത്തു. ഒടുവിൽ സൂജിന്റെ അച്ഛന്റെ സംസാരിക്കാനുള്ള ഊഴമെത്തി. ഏവരും കരുതിയിരുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാരന്റ്സിനാണ് അൾഷൈമേഴ്സ് ഉള്ളതെന്നായിരുന്നു. പക്ഷേ 30 വയസ്സുകാരിയായ തന്റെ മകൾക്കാണ് അൾഷൈമേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞതും അവരുണ്ടായിരുന്ന ഏവരും ഞെട്ടി. എന്നാലും ഇത്ര ചെറിയ പ്രായത്തിൽ എങ്ങനെ അൾഷൈമേഴ്സ് വന്നത്? അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇൻവു ഓരോ കാര്യങ്ങളും ആദ്യം തൊട്ടേ പറയാൻ തുടങ്ങി. എന്റെ മകൾ സൂജിൻ ചെറുപ്പം തൊട്ടേ നല്ല ആക്റ്റീവായ പെൺകുട്ടിയായിരുന്നു. ഞാൻ അവളെ ഒരിക്കലും പഠിക്കെന്ന് പറഞ്ഞ് ടെൻഷൻ കൊടുത്തിട്ടോ ഒന്നുമില്ല. അവളായി തന്നെ ഒരുപാട് സമയമിരുന്ന് പഠിക്കും. നല്ല രീതിയിൽ പഠിച്ച് അവൾ നല്ല മാർക്കൊക്കെ വാങ്ങി. വർഷങ്ങളോളം ജോലിയുടെ ആവശ്യത്തിനായി ഞാൻ വിദേശത്തായിരുന്നു. ഞാനൊന്നും നാട്ടിലേക്ക് വന്നിട്ടേയില്ല. എന്റെ മകളെ അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് ഒരുപാട് നോക്കുവാനും എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് അവൾ എനിക്ക് ഫോൺ വിളിച്ച് അച്ഛാ ഞാൻ ലോയറായി എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം മറ്റൊരു കോൾ വന്നു. അവളുടെ വിവാഹത്തെ പറ്റിയും അവൾക്ക് കുട്ടിയുണ്ടായതിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഇപ്പോ അതുപോലെ പെട്ടെന്ന് തന്നെ അവൾക്ക് അൾഷൈമേഴ്സ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്തു തന്നെ സംഭവിച്ചാലും എന്റെ മോളെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഇനി പോകില്ല.
അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, വാക്കുകൾ ഇടറിയിരുന്നു. ഓഫീസിലാകട്ടെ ടെൻഷൻ കൂടുതൽ കനക്കുകയായിരുന്നു. അവൾ അറ്റൻഡ് ചെയ്തിരുന്ന കേസ് അവസാന ഘട്ടത്തിലായതുകൊണ്ട് അതിന്റെ പ്രധാന എവിഡൻസ് ആയ ഒരു ലെറ്റർ കോടതിയിൽ ഹാജരാക്കണം. ആ ലെറ്റർ സൂജിന്റെ പക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെപ്പറ്റി അവൾക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. സീനിയറിന് ദേഷ്യം വന്ന് അവളെ ചീത്ത വിളിക്കണമെന്ന് പോലും തോന്നി. പക്ഷേ അവൾക്ക് രോഗമായതിനാൽ അദ്ദേഹത്തിന് അതും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്കുള്ള വഴി പോലും അവൾ മറന്നുപോയിരുന്നു. സഞ്ചരിച്ച വഴിയിലൂടെ തന്നെ പിന്നെയും പിന്നെയും അവൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ഭയത്തിൽ കാർ ഒതുക്കി നിർത്തി അവൾ അച്ഛനെ ഫോൺ വിളിച്ചു. അച്ഛൻ അങ്ങോട്ടേക്ക് വേഗത്തിലെത്തുകയും മോളെ കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. വൈകാതെ ആ ഒരു സംഭവം ഉണ്ടായി. മോളോട് അവൾ വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം മോൾ ആരാണെന്ന് പോലും അവൾ മറന്നുപോയി. ഇത്രയും നാൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നിരുന്നെങ്കിൽ ഇപ്പോൾ തന്റെ മോളെപ്പോലും മറന്നു തുടങ്ങുന്നു എന്നത് സൂജിനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. അടുത്ത ദിവസം സൂജിനെ അച്ഛനായിരുന്നു ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത്. പോകുന്ന വഴിയിൽ അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇങ്ങനൊരു രോഗമുള്ളത് എന്റെ മോൾ ഒരിക്കലും അറിയരുത്. ഞാൻ മരിച്ചുപോയാലും മോളോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. അവരെന്ന് പോയത് അൾഷൈമേഴ്സ് പേഷ്യൻസിന്റെ ആ മീറ്റിംഗിനായിരുന്നു. അൾഷൈമേഴ്സ് പേഷ്യൻസിന് വേണ്ടി ചെറിയ ടാസ്കുകളും കളികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്കടുത്ത് ഒരമ്മയും ഒരു മകനുമായിരുന്നു ഇരുന്നിരുന്നത്. അമ്മയ്ക്ക് അൾഷൈമേഴ്സ് ആണ്, മകനാണ് അമ്മയെ നോക്കുന്നത്. സൂജിനെ കണ്ടതും ആ പയ്യൻ ഇഷ്ടപ്പെട്ടിരുന്നു. അച്ഛനാണ് അൾഷൈമേഴ്സ് എന്ന് കരുതി ആ പയ്യൻ സൂജിനോട് ഒളിപ്പിച്ച് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. സൂജിനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. മീറ്റിംഗിനിടയിൽ ഒന്ന് സംഭവിച്ചു. അൾഷൈമേഴ്സ് പീക്കിലെത്തിയിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ അറിയാതെ ഇരുന്നിടത്ത് മൂത്രമൊഴിച്ചു പോയി. സൂജിന് ആദ്യമായിട്ടായിരുന്നു അത്തരമൊരു കാഴ്ച കണ്ടത്. അവൾ അലറി വിളിച്ച് അവിടെ നിന്നോടി. അതവളെ മാനസികമായി കൂടുതൽ തകർക്കുന്നതായിരുന്നു. അന്ന് വീട്ടിലെത്തി കുളിക്കാൻ ബാത്ടബിൽ കിടക്കുമ്പോൾ അവൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. അത്തരത്തിൽ വലിയൊരു ഭാരമായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് തോന്നിയവൾ ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചു. ഭാഗ്യത്തിന് അച്ഛൻ കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ അവളുടെ ജീവൻ രക്ഷപ്പെടുത്താനായി. സൂചന ഇങ്ങനെ വീട്ടിൽ തന്നെ തുടർന്നാൽ അവൾക്ക് അതുപോലെ ഓരോ ചിന്തകൾ വരും എന്നച്ഛൻ കണക്കുകൂട്ടി. അതുകൊണ്ട് സൂചനുമായി അച്ഛൻ വെളിയിലൊക്കെ പോയി. സൂപ്പർ മാർക്കറ്റിൽ പോയി സൂചനന് എളുപ്പത്തിന് ഓരോ സമയത്തും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ലിസ്റ്റ് എഴുതി അച്ഛൻ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. സൂജിന്റെ കൂടെ തന്നെ താമസിച്ച് അച്ഛൻ അവളെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിൽ സൂജൻ മോളോട് വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. മോൾ ചോദിച്ചു, അമ്മയ്ക്കടുത്ത് അന്ന് ഞാൻ പാർക്കിൽ ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അമ്മ അത് എടുത്തു നോക്കിയായിരുന്നോ? എന്ത് ഗിഫ്റ്റ്? എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്താ അമ്മ ഇനിയും ആ ഗിഫ്റ്റ് കണ്ടുപിടിച്ചില്ലേ? അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മാർക്കൊക്കെ ചെയ്തു വെച്ചേർന്നല്ലോ. പെട്ടെന്ന് തന്നെ അത് പോയി കണ്ടുപിടിക്കട്ടോ. പെട്ടെന്ന് ഒരു നിമിഷം ബ്ലാങ്കായ സൂജൻ മോളോട് ചോദിച്ചു, മോളെ കാണാൻ എന്ത് ഭംഗിയാ, എന്താ മോളുടെ പേര്? തൊട്ട് മുമ്പിലുണ്ടായിരുന്ന അച്ഛൻ അത് ശ്രദ്ധിക്കുകയും ഉടനടി ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. വൈകാതെ കോടതിയിൽ സൂജിൻ അറ്റൻഡ് ചെയ്തിരുന്ന കേസ് വരികയായിരുന്നു. ലെറ്റർ നഷ്ടപ്പെടുത്തിയതിനാൽ സൂജിന് കോടതിയിൽ ഹാജരാകണം. അച്ഛനൊപ്പം അവൾ കോടതിയിലെത്തി. വിചാരണ നടന്നു. സൂജിനോടും ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. അന്നായിരുന്നു അത് സംഭവിച്ചത്. സൂജിന്റെ മുഖം പെട്ടെന്ന് വല്ലാതെ മാറി. അത്രയും പേർക്ക് മുമ്പിൽ വെച്ച് പബ്ലിക്കായി ഇരുന്നിടത്ത് വെച്ച് അവൾ മൂത്രമൊഴിച്ചു പോയിരുന്നു. അച്ഛനും ആ കാഴ്ചയിൽ മനമുടിഞ്ഞു പോയി. എന്നിരുന്നാലും മോളെ ക്ലീൻ ചെയ്ത് മറ്റുള്ളവരുടെ സഹായത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. അടുത്ത ദിവസം അവരൊന്നിച്ച് പുറത്തുപോയി. തിരികെ വരുമ്പോൾ മോൾ പറഞ്ഞ ആ പാർക്കിലും കയറി. മോൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ബോട്ടിൽ ആ ഗിഫ്റ്റ് അവൾ കണ്ടെടുത്തു. ആ ബോട്ടിലിനുള്ളിൽ ചെറിയ ചെറിയ പേപ്പറുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നു. അവൾ ഓരോന്നായി എടുക്കാൻ ആരംഭിച്ചു. അന്ന് അവരുടെ വീട്ടിലേക്ക് അൾഷൈമേഴ്സ് രോഗികളുടെ മീറ്റിംഗിൽ വെച്ച് കണ്ട പയ്യൻ ഒരു സ്ത്രീയുമായി കടന്നു വന്നു. സൂചിനെ നോക്കുവാൻ ഒരായെ വേണം എന്നച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ അവൻ കൊണ്ടുവന്നതായിരുന്നു അവരെ. പക്ഷെ അവരുടെ സംസാരം ശരിയായ രീതിയിലായിരുന്നില്ല. ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ അവരുടെ സംസാരം പോയതിനാൽ അച്ഛൻ തന്നെ അവരെ പറഞ്ഞുവിട്ടു. ശേഷം മോളെന്താ ചെയ്യുന്നത് എന്നച്ഛൻ വന്നു നോക്കിയപ്പോൾ കണ്ടത് ഇരുന്നിടത്ത് തന്നെ ഓർമ്മയില്ലാതെ അവൾ വീണ്ടും മൂത്രമൊഴിച്ചു പോയിരുന്നു. അച്ഛനൊരു തുണിയെടുത്തുകൊണ്ടുവന്ന് അത് തുടച്ചു. ശേഷം മോളുടെ നനഞ്ഞ വസ്ത്രം മാറ്റുവാൻ അദ്ദേഹം ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ ഒരാൾ തന്നെ പീഡിപ്പിക്കാൻ വരികയാണ്, ഉപദ്രവിക്കുകയാണ് എന്ന രീതിയിൽ ചിന്തിച്ച് അവൾ ബഹളം കൂട്ടാൻ ആരംഭിച്ചു. അച്ഛൻ മോളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾക്ക് തല്ലുകൊടുത്ത് അവളുടെ വസ്ത്രം അച്ഛന് മാറ്റേണ്ടി വന്നു. വൈകാതെ അടുത്ത ചെക്കപ്പ് എത്തി. മോളിപ്പോൾ ഏത് സ്റ്റേജിലാണുള്ളത് എന്നറിയുവാൻ അച്ഛൻ മോളെ ചെക്കപ്പിന് കൊണ്ടുപോയി. റിസപ്ഷനിൽ നിന്നും പേപ്പർ കണ്ടപ്പോൾ
കിട്ടിയപ്പോൾ അതെടുത്തവൾ ഭക്ഷിക്കാൻ പോലും ആരംഭിച്ചു. ഭാഗ്യത്തിന് കൃത്യസമയത്ത് അച്ഛനത് കണ്ടതുകൊണ്ട് അച്ഛൻ അത് തടഞ്ഞു. പിന്നാലെ ഒരു ദിവസം അൾഷൈമേഴ്സ് മീറ്റിംഗിലുണ്ടായിരുന്ന പയ്യന്റെ അമ്മ മരണപ്പെട്ടു. ആ വിവരമറിഞ്ഞ് അച്ഛനും സൂചിനും അവരുടെ ഫ്യൂണറൽ ചടങ്ങിന് പോയി. അമ്മയെപ്പറ്റി പറഞ്ഞ് അന്ന് ആ പയ്യൻ പൊട്ടി കരഞ്ഞു. ഒന്നും മനസ്സിലാവാതിരുന്ന സൂചിനാകട്ടെ അന്നും അവിടെ ഇരുന്ന് പേപ്പർ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അച്ഛൻ അത് തടഞ്ഞു. രോഗം പൂർണ്ണമായും അവളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളെ ബാധിച്ചിരുന്നു. കൊച്ചു കുട്ടിയെപ്പോലെ അച്ഛൻ അവളെ പരിപാലിക്കാൻ ആരംഭിച്ചു. കുളിപ്പിക്കുന്നതും ബ്രഷ് ചെയ്യിപ്പിക്കുന്നതും വസ്ത്രം ഇട്ടുകൊടുക്കുന്നതും ഒക്കെ അവളുടെ അച്ഛനായി മാറി. അവൾ തന്റെ പേരും വീടും വീട്ടു ഡ്രസ്സും മറന്നു പോവാതിരിക്കുവാൻ അതൊരു കാർഡാക്കി അവളുടെ കഴുത്തിലൂടെ അദ്ദേഹം ഇട്ടുകൊടുത്തു. തുടർന്നും മോളെ അങ്ങനെ വീട്ടിൽ മാത്രം നിർത്താൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം അവളെ ഒരു ഹോസ്പിറ്റൽ സെന്ററിലേക്ക് മാറ്റി. അവിടെ ട്രെയിനിങ് കിട്ടുമായിരുന്നു. അൾഷിമേഴ്സ് വന്ന് മരണപ്പെട്ടു പോയ സൂചിനോട് ഇഷ്ടമുള്ള ആ യുവാവായിരുന്നു അവിടെ അവളെ ട്രെയിൻ ചെയ്തിരുന്നതും അവൾക്ക് കമ്പനി കൊടുത്തിരുന്നതും. ട്രെയിനിങ് കഴിയുമ്പോൾ അവൻ തന്നെ സൂചിനെ തിരികെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അന്നവൻ സൂചിനുമായി തിരികെ വീട്ടിലെത്തി. ആ സമയം അച്ഛൻ തന്റെ വീട്ടിൽ അമ്മ സൂചനായി തയ്ച്ച ആ വസ്ത്രമെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് മാറിയിരുന്ന സൂചിന് ഇപ്പോൾ അത് ഇഷ്ടമാവുമെന്നും അത് ധരിക്കുമെന്നും അദ്ദേഹം കരുതിയിരുന്നു. പക്ഷേ സൂചിനെ വീട്ടിലെത്തിച്ച് ആ യുവാവ് അങ്ങനെ നിൽക്കെ അവന്റെ ഉള്ളിലെ ചെകുത്താൻ ഉണർന്നു. സൂചിനെ മുമ്പ് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് അവളുടെ അടുത്ത് തെറ്റായി പെരുമാറുവാൻ അവൻ ശ്രമിച്ചു. സൂചിൻ പെട്ടെന്ന് ഭയന്ന് അച്ഛന് ഫോൺ ചെയ്തു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അച്ഛനും ഫോൺ എടുത്തു. ആ സമയം അച്ഛന്റെ കാർ ഒരു അപകടത്തിൽപ്പെട്ടു. മറുവശത്ത് സൂചിനെ പീഡിപ്പിക്കാനായി തുനിഞ്ഞ ആ യുവാവാകട്ടെ പെട്ടെന്ന് താൻ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണ് എന്ന് ബോധോദയം വന്ന പോലെ പിന്മാറി. ഇങ്ങനൊന്നും താൻ പ്രവർത്തിക്കാൻ പാടുണ്ടായിരുന്നതല്ല എന്ന് ചിന്തിച്ച് അവിടെ നിന്നും അവൻ വേഗത്തിൽ ഇറങ്ങിപ്പോന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ ഫോണിലേക്കൊരു കോൾ വന്നു. സൂചിൻ കോൾ എടുത്തു. ഹോസ്പിറ്റലിൽ നിന്നാണെന്നും അച്ഛൻ അപകടം പറ്റി അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും വരണമെന്നും അവർ ആവശ്യപ്പെട്ടു. പക്ഷേ അത് കേട്ട് കുറച്ചു കഴിഞ്ഞതും സൂചിൻ അതും മറന്നുപോയിരുന്നു. അടുത്ത ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും സൂചിന് കോൾ എത്തി. ഞങ്ങൾ ആശുപത്രിയിൽ നിന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്ന് വന്നാൽ നന്നായിരിക്കും എന്ന് വിളിച്ച വ്യക്തി പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ആക്സിഡന്റ് ആയ കാര്യം അവൾ വീണ്ടും ഓർമ്മിക്കുന്നത്. അവൾ വേഗത്തിൽ റെഡിയായി അപ്പാർട്ട്മെന്റിൽ നിന്നും വെളിയിലെത്തി. പക്ഷേ എങ്ങോട്ട് പോവാനാണ് ഇറങ്ങിയത്, എന്തിനാണ് താനിപ്പോൾ പുറത്തു വന്നത് എന്നത് അവൾ മറന്നുപോയിരുന്നു. ആ സമയം അവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ എങ്ങോട്ടോ പോകാൻ ഒരു വാനിൽ കയറുന്നുണ്ടായിരുന്നു. മറന്നുപോയി അവൾ ആ വാനിലേക്ക് കയറി. ആ വാൻ സംഘം ടൂർ പോയതായിരുന്നു. അവർ ടൂറിടങ്ങളിൽ ഇറങ്ങി ഓരോ സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ തുടങ്ങി. സൂചിനാകട്ടെ ഇറങ്ങിയെടുത്തൊരു മരത്തിന്റെ ചോട്ടിൽ ചെന്നിരുന്നു. പെട്ടെന്ന് എന്തോ തോന്നി എഴുന്നേറ്റ് അവിടെ പിന്നിലുണ്ടായിരുന്ന കാടിനുള്ളിലേക്ക് അവൾ നടന്നു നീങ്ങാൻ ആരംഭിച്ചു. താൻ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും അവൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാടിനകത്ത് അന്ന് രാത്രി അവൾ കിടന്നുറങ്ങി. പിറ്റേന്ന് എഴുന്നേറ്റ് കാടിനകത്ത് കണ്ട വേസ്റ്റ് ഒക്കെ പെറുക്കി ഒരു കവറിലാക്കി ആ കവറും എടുത്ത് അവൾ നടക്കാൻ തുടങ്ങി. നടന്ന് അവൾ ഒരിടത്തേക്കും എത്തി നിന്നു. അവിടെ ഒരു വേസ്റ്റ് കൂടെ കണ്ടതും കയ്യിൽ കൊണ്ടുവന്ന വേസ്റ്റുകൾ അവൾ അതിലേക്കിട്ടു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മഴ നനഞ്ഞ് തന്നെ അവൾ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ വാൻ വീണ്ടും കുട്ടികളെ കയറ്റി പോകുന്ന കണ്ടത്. അവൾ അതിലേക്ക് കയറാനായി ചെന്നു. വേഗത്തിൽ ആരോ വന്ന് അവളുടെ കൈ പിടിച്ചു. അത് അവളുടെ മകൾ ജീനയായിരുന്നു. മുത്തച്ഛന്റെ ആക്സിഡന്റ് വിവരമറിഞ്ഞ് നാട്ടിലേക്ക് എത്തിച്ചേർന്നതായിരുന്നു അവൾ. അമ്മയെ ആ അവസ്ഥയിൽ കണ്ടതും ജീന ആകെ വല്ലാതായി. അതുവരെയും അവൾ അതൊന്നും അറിഞ്ഞിരുന്നതേയില്ല. ജീനയുടെ അച്ഛനും ജീനയ്ക്കൊപ്പം എത്തിയിരുന്നു. അവർ അവളെയും കൂട്ടി അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് പോയി. അച്ഛന് ബോധം തെളിഞ്ഞിരുന്നു. ശേഷം അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു വിദേശത്തുള്ള പേരക്കുട്ടിയെ വിളിച്ച് നഴ്സുമാർ കാര്യങ്ങൾ അറിയിച്ചത്. മകളെ മുന്നിൽ കണ്ടതും ആ അച്ഛന് വലിയൊരു ആശ്വാസം തോന്നി. സൂചിന് അപ്പോൾ ഓർമ്മയുണ്ടായിരുന്ന ഒരേ ഒരു മുഖം അച്ഛന്റേത് മാത്രമായിരുന്നു. അവൾ അച്ഛന്റെ കൈ പിടിച്ചു. ശേഷം തിരികെ വന്നപ്പോൾ സൂചിൻ വീണ്ടും ജീനയുടെ മുമ്പിലെത്തി. ജീനയ്ക്കടുത്ത് നിന്ന് അവൾ ചോദിച്ചു, മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, എന്താ മോളുടെ പേര്? അപ്പോഴേക്കും അമ്മയെപ്പറ്റി ജീന മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പുഞ്ചിരിയോടെ ജീന അമ്മയോട് പറഞ്ഞു, എന്റെ പേര് ജീന എന്നാ, ഞാൻ അമ്മയുടെ മോളാ. അമ്മ എപ്പോ വേണമെങ്കിലും എന്നോട് ഇതേ ചോദ്യം ചോദിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയോട് ഇത് എപ്പോഴും പറഞ്ഞോളാം. ഞാനിനി അമ്മയെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും. അമ്മയെ ഞാനാ നോക്കാൻ പോകുന്നേ. നിറ കണ്ണുകളോടെ ജീന തന്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. സൂചിനും തന്റെ മോളെ അങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു. സൂചിനെ നോക്കാനും പരിപാലിക്കാനും അവളുടെ കൂടെ ജീനയുണ്ടാകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.